തൃശൂർ മെഡിക്കൽ കോളേജിലും ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് പ്രിൻസിപ്പലിന് സന്ദേശം ലഭിച്ചത്. എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. സൂരജ് സജിയുടെ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. മുമ്പ് കുറച്ചു കാലം മുമ്പ് ഡൽഹിയിൽ വ്യാപകമായ സ്കൂളുകൾക്ക് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഈ സന്ദേശത്തിന്റെ ഉറവിടം അതൊരു വ്യാജ ഭീഷണി എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? ഗൂഗിൾ ഈ ഘട്ടത്തിൽ അത് വ്യാജ ഭീഷണി എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനാണ് ഇമെയിൽ മുഖാന്തരം ഒരു ബോംബ് ഭീഷണി ലഭിക്കുന്നത്. അതിൽ 12:30 ബോംബ് പൊട്ടും എന്നുള്ളതായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത്. ഇതോടുകൂടി പോലീസിന് മെഡിക്കൽ കോളേജ് അധികൃതർ ഈ വിവരം കൈമാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപക പരിശോധനയാണ് ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അടക്കം എത്തിയും ഇവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നിലവിൽ കാര്യങ്ങൾ സുരക്ഷിതമാണ് എന്നുകൂടി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇത് വ്യാജ സന്ദേശമായിരിക്കാം എന്നുള്ളതാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത്. ഈ സന്ദേശം അയച്ച ഉറവിടം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് ഗൂഗിൾ. ശരി, സൂരജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരുപാട് ആളുകളുടെ സമയം ഒപ്പം അവരെ ഭീതിയിലാക്കുക, അങ്ങനെ വലിയ കുറ്റകൃത്യമാണ് ഈ വ്യാജ ഭീഷണിക്കാർ ചെയ്യുന്നത്. മുമ്പ് ഡൽഹിയിൽ ഇത് ആവർത്തിച്ചതാണ് പല ഘട്ടങ്ങളിൽ, പലതവണ. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ വീടിനടക്കം തമിഴ്നാട്ടിലും സമാനമായ ഭീഷണികൾ ഉണ്ടായിരുന്നു, വ്യാജ ഭീഷണികൾ. ഇന്നിതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലും രണ്ടിടത്തും പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.